ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രിയപ്പെട്ട നായകരെ, പ്രിയപ്പെട്ട പ്രവർത്തകരെ, റമദാൻ മാസമാണ്. റമദാൻ മാസം നിങ്ങൾ ഒരുപാട് പ്രബോധനങ്ങളും പ്രചോദനങ്ങളും ഒക്കെ നടത്തുന്നവരാണ്. നിങ്ങളുടെ പ്രബോധനം മാസികയിൽ സക്കാത്തിനെക്കുറിച്ചും സദക്കയെക്കുറിച്ചും ഒക്കെ ധാരാളം ആഹ്വാനങ്ങൾ വരാറുണ്ട്. സഹചരെ ചേർത്ത് പിടിക്കേണ്ടതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പറയാറുണ്ട്. ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിൽ ബൗദ്ധികമായി പല കാര്യങ്ങളെയും അവതരിപ്പിക്കുകയും അതിന് നേതൃത്വം നൽകുന്നവരുമൊക്കെയാണ് നിങ്ങൾ. വളരെ ചരിത്രപരമായ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ടാണ് നിങ്ങൾ മാധ്യമമെന്ന പേരിൽ ഒരു പത്രം പുറത്തിറക്കുന്നത്. അത് അതിൻ്റെ എഡിറ്റോറിയൽ കൊണ്ടും വാർത്തയുടെ ഘടന കൊണ്ടും നിഷ്പക്ഷത കൊണ്ടും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. സാമുദായിക സംഘടനകൾ താൽപ്പര്യപൂർവ്വം രാഷ്ട്രീയ പിന്തുണയോടെ വാർത്തകൾ ചമച്ചിരുന്ന കാലത്താണ് നിങ്ങൾ മാധ്യമമെന്ന് പറയുന്ന വലിയൊരു പരീക്ഷണം നടത്തിയത്. ആ മാധ്യമത്തിന് നിങ്ങൾക്ക് മേൽവിലാസം നൽകിയത് വയലാർ ഗോപകുമാറും അജിത് ശ്രീനിവാസനും പത്മനാഭനും ഒക്കെ അടങ്ങുന്ന ഒരു വലിയ സംഘമാണ്. നിങ്ങളെ മതപത്രം എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ മതപത്രമല്ലത് മനുഷ്യപത്രമാണെന്ന് അവർ എഴുതി സ്ഥാപിച്ച അവരുടെ നിലപാടുകൾ കൊണ്ട് ഉറക്കെ ശ്രദ്ധേയരായ പത്രമാണ് അത്. അന്നൊക്കെ പത്രവും മനുഷ്യപക്ഷത്തായിരുന്നു, അതിനെ നയിച്ചിരുന്നവരും മനുഷ്യപക്ഷത്താണ്. ഇന്ന് നിങ്ങൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ, ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ, നിങ്ങളുടെ മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്ത മനുഷ്യർ അവർ വിയർപ്പൊഴുക്കി പണി ചെയ്ത കാലത്തെ ശമ്പളത്തിനായി, ആനുകൂല്യങ്ങൾക്കായി അവർ ഇന്ന് സമരരംഗത്തിറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയ ശേഷം നിങ്ങൾ പിന്നെ എന്ത് പ്രബോധനമാണ് നിങ്ങൾക്ക് നടത്താൻ കഴിയുക? എന്ത് മൂല്യങ്ങളെക്കുറിച്ചാണ് നിങ്ങൾക്ക് പറയാൻ കഴിയുക? ഒരു അബ്കാരി മുതലാളിയുടെ മാനേജ്മെൻറ്റോ ഒരു പലിശ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റോ ഒക്കെ ആണെങ്കിൽ അവർക്കൊക്കെ ലാഭനഷ്ടക്കണക്കുകളുടെ ചില സംഗതികൾ എടുക്കാം. നിങ്ങൾ ലാഭനഷ്ടക്കണക്കുകൾക്കകത്ത് ഇഹലോകവും പരലോകവും സൂക്ഷ്മതയോടെ സമീപിക്കുന്നവരാണെന്നും ആ സൂക്ഷ്മത നിങ്ങൾക്കുണ്ട് എന്നും അവകാശപ്പെടുന്നവരാണെങ്കിൽ ആ മനുഷ്യരുടെ വേദന, അവരുടെ ന്യായമായ അവകാശങ്ങൾ അത് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികളാണ് നിങ്ങൾ എടുക്കേണ്ടത്. നിങ്ങളുടെ പ്രവർത്തകരോട് പലരോടും സംസാരിക്കുമ്പോൾ അവർക്കൊക്കെയും ഈ ശമ്പളത്തിൻ്റെ കുടിശ്ശിക വന്നതും സർവീസിലിരിക്കുന്നവരുടെ കാര്യവും മാത്രമേ അറിയാവൂ. വർഷങ്ങളായി നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ ആളുകൾ അവരുടെ ആനുകൂല്യങ്ങൾ പോലും പൂർണ്ണമായും നിങ്ങൾക്ക് നൽകാനാവില്ല എന്ന് പറയുന്നത് അത് നിങ്ങളുടെ നിസ്സഹായാവസ്ഥയ്ക്കപ്പുറത്ത് ഇപ്പോഴത്തെ കാലത്ത് അൽഗോരിതം വെച്ച് കൂട്ടുന്ന പുതിയ കാലഘട്ടത്തിൻ്റെ ചില കർമുറ മാനേജ്മെൻറ്റ് നയങ്ങൾ കൂടിയാണ് എന്ന് വളരെ വേദനാപൂർവ്വം പറയേണ്ടി വരും. നിങ്ങൾ മാനിസാന വേജ് ബോർഡ് കമ്മീഷൻ നടപ്പിലാക്കി അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ശരിയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു കാലത്ത് അപ്പാപ്പൻ്റെ കാല് പിടിച്ചൊടിച്ചിട്ട് പണ്ട് അപ്പാപ്പന് വയറ് നിറച്ചും ചോറ് തന്നില്ലേ എന്ന് പറയുന്ന ന്യായം ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ശരിയാവുക? നിങ്ങൾക്കത് നടത്തിക്കൊണ്ടു പോകാൻ കഴിയില്ലെന്ന് ബോധ്യമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളത് നടപ്പിലാക്കരുതായിരുന്നു. ഈ മാധ്യമം എന്ന് പറയുന്ന ഈ പത്രം അന്നും ഇപ്പോഴും അതിൻ്റെ സാധ്യതകളുടെ 50% പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്തവണ്ണം നിങ്ങളുടെ ടോപ്പ് മാനേജ്മെൻറ്റ് വളരെ ഇൽ മാനേജ്ഡും അൺപ്രൊഫഷണലുമാണ് എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം. അതിനേക്കാൾ നിങ്ങളിപ്പോൾ ഉപയോഗിക്കുന്ന, നിങ്ങൾക്കിപ്പം ലഭിച്ചിരിക്കുന്ന ഈ മാധ്യമത്തിൻ്റെ റീച്ചിൻ്റെ എത്രയോ ഇരട്ടി നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. അതിലൂടെ ജീവനക്കാരെ കൂടെ നിർത്തി പത്രത്തിലൂടെ ലാഭമല്ലെങ്കിലും ലാഭവും നഷ്ടവുമില്ലാത്തൊരു രീതിയിലേക്കെങ്കിലും എത്തിച്ച് അവരോട് മനുഷ്യരെപ്പോലെ പെരുമാറുന്നതിന് പകരം അവരൊക്കെ നാളെ നിങ്ങളുടെ പത്ര ഓഫീസിൻ്റെ മുന്നിൽ വന്നിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ നാടുനീളെ സ്ഥലം മാറ്റുന്നത് എന്തൊരു നീതിയാണ്. അവരുടെ കോവിഡ് കാലത്ത് പിടിച്ചു വെച്ച ശമ്പളം അത് 50% തിരികെ നൽകാമെന്നാണ് പറഞ്ഞത്. ആദ്യം പറഞ്ഞിരുന്നത് അങ്ങനെ പിടിച്ചു വച്ചിട്ടില്ലെന്നുള്ളതായിരുന്നു. ഉയർന്ന PF പെൻഷൻ കിട്ടുന്നതിന് വേണ്ടിയുള്ള വിഹിതം അടച്ചിട്ടുണ്ട് എന്ന് തെറ്റായി ജീവനക്കാരോട് പറഞ്ഞു. ഇപ്പോൾ അത് അടയ്ക്കാത്തത് കൊണ്ട് അവർക്ക് ന്യായമായ ഒരു പെൻഷൻ പോലും നഷ്ടപ്പെട്ടു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നൊരു പള്ളിയിലെ ഖത്തീബിനെ നിങ്ങൾ 5 മാസം ശമ്പളം തരാതിരുന്നിട്ട് പിരിഞ്ഞു പോയാൽ ശമ്പളം തരാം എന്ന് പറയുന്നത് ഏത് ന്യായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓരോ പത്രത്തിനും അങ്ങനെ എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രശ്നങ്ങളോ ഉണ്ടാവുമെങ്കിൽ അവിടുത്തെ ജീവനക്കാരെ കൂടി അത് ബോധ്യപ്പെടുത്തി ആ സ്ഥാപനത്തിനെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരേണ്ടതിന് പകരം ഇവരെയെല്ലാം തെക്ക് വടക്കിട്ട് ഓടിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ആദ്യം പുറത്തിറക്കിയ ഒരു പത്രമെന്ന നിലയിൽ പോലും ആ തലക്കെട്ടിനോടോ അല്ലെങ്കിൽ ആ പത്രത്തിനോടോ പോലും ഒരു ആത്മാർത്ഥതയില്ലായ്മയാണ് അതിൽ വ്യക്തമാവുന്നത്.
ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് എന്താ? എല്ലാവരും സാധാരണ ചെയ്യുന്നത്, ഒരു വീട്ടിലുണ്ടായാൽ അസറ്റ് ഉണ്ടെങ്കിൽ അസറ്റ് വിറ്റ് ഇതിൻ്റെ ബാധ്യത തീർക്കും. നിങ്ങൾ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ സാധ്യതകൾ താല്പര്യപൂർവ്വം തേടുന്നതിന് പകരം അതിനോട് വളരെ ഉദാസീനമായ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. വെറും 2 ലക്ഷമോ 3 ലക്ഷമോ 5 ലക്ഷമോ കൊടുക്കാനുള്ള ആളുകൾക്ക് അത് 4 5 10 പേരുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്നും 3 മാസം 6 മാസം കാലാവധി വാങ്ങിച്ചിട്ട് പിന്നെ ആ കമ്മിറ്റ്മെൻറ്റ് പൂർത്തിയാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരും പ്രസ്ഥാന ബന്ധുക്കളും അടക്കം എത്രയോ കോടി രൂപ ചിലവഴിക്കുന്ന ആളുകളുണ്ട്. ഇതിപ്പോൾ പ്രസ്ഥാനത്തിൻ്റെ മാത്രമാണോ? നിങ്ങളെ വല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുന്ന കാലത്ത് ഇതൊരു സമുദായത്തിൻ്റെ ബാധ്യത കൂടിയാവുകയല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു കാലത്ത് എല്ലാ ആക്ഷേപങ്ങളെയും പ്രതിരോധിച്ചിരുന്ന, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരുപാട് ആളുകൾക്കൊപ്പം ജമാഅത്ത് ഇസ്ലാമിയുടെ ഭാഗമായിരുന്നവർ പോലും ഇന്ന് നിങ്ങൾക്കെതിരെ മുദ്രാവാക്യം വിളിക്കേണ്ടി വരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തൊരു പരാജയമാണ്. അതുകൊണ്ട് അതിനെ സത്യസന്ധമായി സമീപിച്ച്, നേരോടെ സമീപിച്ച് അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. വ്യക്തികൾ കൊണ്ട് 25ഉം 50ഉം കോടി രൂപയുടെ ബാധ്യത, ഇന്ന് അതുമായി ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അവർ വളരെ പ്ലസൻ്റായിട്ടാണ് ജീവിക്കുന്നത്. നിങ്ങൾക്കൊരു സ്ഥാപനത്തെ റീവാമ്പ് ചെയ്യണമെങ്കിൽ, അവിടുത്തെ ജീവനക്കാരെ പിരിച്ചുവിടണമെങ്കിൽ അവരെ ശ്വാസം മുട്ടിച്ച് ഗ്യാസ് ചേമ്പറിലിട്ടാണോ പുറത്ത് അടിക്കേണ്ടത്? അവർക്ക് നല്ല ഓഫർ കൊടുത്ത് അവരെ മനോഹരമായി യാത്രയാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അതല്ലെങ്കിൽ എന്തു വേണം? നിങ്ങളിത് പൂർണ്ണമായും അടച്ചു പൂട്ടി ഞങ്ങളിത് ഇല്ലാതാക്കുന്നു എന്ന്, നമ്മളെല്ലാവരും മുങ്ങിപ്പോകുന്നു എന്ന് ബോധ്യപ്പെടണം. ഇത് കുറച്ച് പേരെ ശ്വാസം മുട്ടിക്കുകയും പിന്നെ അവർ പരാതി പറയുന്നത് പോലെ നിങ്ങൾക്ക് താല്പര്യമുള്ളവരെ വെച്ച് നിങ്ങൾ ചെയ്യിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിലും ഇതിന് മുമ്പ് പ്രവർത്തിച്ചിരുന്നവരോട് ഒരു നീതി കാണിക്കണ്ടേ? ഇതിൻ്റെ മാനേജ്മെൻറ്റ് ട്രസ്റ്റിലുള്ള ആളുകൾ ആരൊക്കെയാണ്? സൂക്ഷ്മതയുടെ അടയാളപ്പെടുത്തലുകളായി സമൂഹത്തിൽ ഹൈറും ഷർറും, ശരിയും തെറ്റും, ഹലാലും ഹറാമും വളരെ സൂക്ഷ്മതയോടെ വ്യാഖ്യാനിക്കപ്പെടുന്ന ആളുകളാണ് നിങ്ങളുടെ ഈ പറയുന്ന ഇതിൻ്റെ മാനേജ്മെൻറ്റിലും ട്രസ്റ്റിലുമൊക്കെ ഉള്ളത്. അല്ലാതെ അബ്കാരിക്കാരും പലിശയ്ക്ക് കൊടുക്കുന്നവരും ഒന്നുമല്ല. ചില കാര്യങ്ങൾ നിങ്ങളെ ഒന്നൊരു കുറിപ്പിനകത്ത് എനിക്ക് അയച്ചു തന്ന ഒരു സുഹൃത്തിൻ്റെ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. മാധ്യമം ചെയർമാനും ജമാഅത്ത് ഇസ്ലാമി മുൻ അമീറുമായ MI അബ്ദുൽ അസീസിൻ്റെ ഉത്ബോധനം, ആ ഉത്ബോധനത്തിൻ്റെ വീഡിയോ ഉണ്ട്. ദേ ഇതാണ്. ഞങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യുന്നവരും പുറത്തു കൊടുക്കുന്നവരുമായി തീരുക. റമദാൻ നമുക്ക് നൽകുന്ന കരുത്തതാണ്. നമ്മോട് അതിക്രമം ചെയ്തവരോട്, എന്നോട് അതിക്രമം ചെയ്തവരോട് പുറത്തു കൊടുക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളെ ഉപദേശിച്ചു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. റമദാനിലൂടെ നമുക്ക് നേടിയെടുക്കേണ്ടുന്ന, ഇതാണ് റമദാനെ സംബന്ധിച്ച് പറയുന്നത്. പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കപടവിശ്വാസികളിൽ പെടും ഇവർ. നീതിക്ക് വേണ്ടി പൊരുതിയ പ്രവാചകനെതിരെ നിന്ന് യസീദ് എന്ന ക്രൂര ഭരണാധികാരിയുടെ വക്താക്കളാണിവർ. അതുകൊണ്ടാണ് സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാരെ പട്ടിണിക്കിട്ട് ഈ റമദാനിലെ പുണ്യത്തെക്കുറിച്ച് ഒരു ഉളിപ്പുമില്ലാതെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്. ഇത് എൻ്റെ ഖുർആൻ അറിവാണ്, ശരിയാണോ എന്നറിയില്ല എന്ന് പറഞ്ഞ് ഉള്ള ഒരാളിൻ്റെ കുറിപ്പാണ് ഞാൻ ഈ വായിച്ചത്. അതുകൊണ്ട് ആത്മാർത്ഥമായി ഇതിനകത്ത് മാനവികതയോടെ നീതിപൂർവ്വം ഇടപെട്ട് ഇത് പരിഹരിക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന. വ്യക്തിപരമായി ഞാൻ പലരോടും ഇത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ മറുന്യായം പറയുന്നതല്ലാതെ, നമ്മൾ സാധാരണ പറയുമല്ലോ അവൻ്റെ ഷൂസിൽ നിന്ന് ചിന്തിക്കണമെന്ന്, ആ ഒരു ഇത്രയും നാൾ പണിയെടുത്ത ഒരുത്തൻ്റെ ന്യായമായ പക്ഷത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ആലോചിച്ചാൽ മാത്രമേ ഞാൻ പറയുന്നതിന് ഉത്തരം കിട്ടൂ.